അപ്പൂസു നമ്മൾ എന്തോന്ന് ഉണ്ടാക്കുന്നേ? അപ്പൊ ഇഷ്ടമാണോ ബീഫ്? സൂപ്പറാണോ? അപ്പൊ നമ്മളിന്ന് റോസ്റ്റ് ആണല്ലോ, കറിയെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഗ്രേവിയൊക്കെ ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി നല്ല കുറുകുറ ഇരിക്കുന്നത്. ഈ കുറുകിയ ഒരു പരുവത്തിലാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് നമ്മുടെ ബീഫ് കറിയും കൂട്ടി ചോറില്ലേ അല്ലേ അപ്പു? അപ്പന് വിശക്കുന്ന മണം കാരണം അപ്പു ഇങ്ങനെ കറങ്ങി നടക്കുക. നേരമായി മണം പിടിച്ചെടുക്കുന്നത്. എങ്ങനെ ഉണ്ടോ മക്കളെ? കഴിച്ചു നോക്ക്. അടിപൊളിയാണോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല നാടൻ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളിന്ന് നാടൻ രീതിയിൽ വിറകടുപ്പിൽ ചെയ്തെടുക്കുന്ന ഒരു കിടിലൻ ബീഫ് റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ വിറകടുപ്പിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. എല്ലാവരും അങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി വിറകടുപ്പിൽ നമുക്ക് നാടൻ ബീഫ് റോസ്റ്റ് ഒന്ന് ചെയ്യാം. അപ്പോൾ അതെ, ഞാനൊരു ചട്ടിയിലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 1/2 കിലോ ബീഫിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. കുറച്ച് വെളിച്ചെണ്ണ, ഒന്ന് കൂടുതൽ, നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ ബീഫിനകത്ത് വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കുന്നില്ല. ഈ അടുപ്പിൽ തന്നെ കിടന്ന് ലോ ഫ്ലെയിം, അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങുമല്ല, ആ വെള്ളത്തിൽ തന്നെ കിടന്ന് ചെറിയ തീയിൽ കിടന്ന് വെന്ത് വരുവാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് കറിവേപ്പില വെച്ചെടുക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും നമുക്ക് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി. നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ ഈ തേങ്ങയൊക്കെ പെട്ടെന്നൊന്ന് മുരിഞ്ഞ് കിട്ടും. ഒരല്പം മതി, ഒരു 1/4 ടീസ്പൂൺ വേണമെന്നില്ല, അതിനേക്കാളും കുറച്ചൊരല്പം ചേർത്ത് കൊടുക്കാം. വിറകടുപ്പ് ആയതുകൊണ്ട് നല്ലോണം ചൂട് നിൽക്കും, നമുക്ക് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. കത്താനുള്ളൊരു പാടേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 2 സവാളയും ഒരു 10 ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. സവാളയൊക്കെ ഒരു ഇതൊന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്കൊരു 2 തക്കാളിയും ഒരു 4 പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി കിടന്ന് അതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നോളൂ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ചെറിയ തീയിൽ നമ്മളത് അടച്ച് വെച്ച് 5 മിനിറ്റ് വെച്ചാലും മതി. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വെന്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുത്താലും മതി. നമുക്ക് തൽക്കാലം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചേക്കാം. വലിയ തീയില, ചെറിയ തീയില കിടക്കുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റീൽ അടപ്പ് വെച്ച് ഞാൻ അടച്ചിട്ടുള്ളത്. ഈ ചട്ടിയുടെ അടപ്പ് ആണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്, പക്ഷേ അത് പൊട്ടിപ്പോയതുകൊണ്ട് നമുക്കിപ്പോൾ ഈ അടപ്പ് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അടി പിടിക്കാൻ പാടില്ലല്ലോ. തക്കാളിയിലൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് ആവട്ടെ. നമുക്കൊന്ന് തുറക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല മണമൊന്നും പോടാ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം മല്ലിപ്പൊടി ചേർക്കുവാണ്. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി. നല്ല എരിവ് ഇരിക്കട്ടെ. നമുക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചാൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കും. മസാലയൊക്കെ എണ്ണ കിടന്ന് ഒന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബീഫ്, 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചേക്കുവാണ്. നമുക്കത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളിത് നന്നായിട്ട് മസാലയൊക്കെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇത് തീ അധികം വേണ്ട. നമുക്ക് തീയൊക്കെ ഒന്ന് പിരിച്ച് വെച്ചിട്ട് ഒരു
എന്താ പറയുക, ഒന്ന് ചൂട് കിട്ടിയാൽ മതി, അധികം തീ വേണ്ട. നമ്മൾ ഗ്യാസ് ആണെങ്കിൽ ലോ ഫ്ലെയിം എന്ന് പറയുന്നത് അധികം തീ ഇടേണ്ട ആവശ്യമില്ല. ചെറിയ തീ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ. ഒരു 10 മിനിറ്റായിട്ട് ലോ ഫ്ലെയിമിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബീഫിന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണമുണ്ട് കേട്ടോ. ഇപ്പോൾ ആ ഗരം മസാലയുടെ ഒക്കെ നല്ലൊരു സ്മെല്ലുണ്ട്. ഇപ്പോൾ നമ്മളിന്ന് റോസ്റ്റ് ആണല്ലോ, കറിയെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി നല്ല കുറുകുറ ഇരിക്കില്ല, ഈ കുറുകിയ ഒരു പരുവത്തിലാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഇതൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വെന്ത് തരട്ടെ. നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കാം. എപ്പോഴും അധികം തീ വേണ്ടാതെ ഓർത്തോണം, ചെറിയ തീയിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് നമ്മുടെ ബീഫ് കറിയും കൂട്ടി ചോറില്ലേ അല്ലേ അപ്പോൾ വിശക്കുന്ന മണം കാരണം അപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കുക. മണം കൊള്ളാവോ? അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്കൊരു അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരിട്ട് പിച്ചിക്കൊണ്ട് വന്ന കറിവേപ്പില. ഇനി ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഗ്രേവിയൊക്കെ വറ്റി നല്ല റോസ്റ്റ് പോലായിട്ടുണ്ട്. അടിപൊളി മണം, സൂപ്പർ മണമായിട്ട് ഇവിടെ എങ്ങും നിൽക്കാൻ വയ്യ. സൂപ്പർ മണമാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. ഇഡിലും ടേസ്റ്റാണ്. കുറച്ച് കപ്പയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. നമ്മൾ അടിപൊളി ബീഫ് റോസ്റ്റും കൂട്ടി ചോറ് കഴിക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ കേട്ടോ, പുളിശ്ശേരി. നല്ല പുളിശ്ശേരിയും ഈ ബീഫ് റോസ്റ്റും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. എൻ്റെ കളറ് കണ്ടോ. അപ്പോൾ ഇത് കുറേ നേരമായി മണം പിടിച്ചെടുക്കുന്നത്. എങ്ങനെ ഉണ്ടോ മക്കളെ? കഴിച്ചു നോക്ക്. അടിപൊളിയാണോ? സൂപ്പർ ടേസ്റ്റാണോ? മണം ഉണ്ടോ? ആ മണം വന്ന ടേസ്റ്റ് ഉണ്ടോ? ചൂടുണ്ടോ? പോയാ ഹലോ. ഇപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. വിറകടുപ്പ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം, കുറച്ച് സമയമെടുക്കും. സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.